T20 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരമായ വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും തമ്മിലുള്ള മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേക്ക് എഗെയിൻസ്റ്റ് കൂറ്റൻ വിജയം സ്വന്തമാക്കിയതോടുകൂടിയിട്ട് ഇന്ത്യയുടെ സെമി പ്രവേശനം അവതാളത്തിലായി എന്ന് വേണമെങ്കിൽ പറയണ്ട. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ മത്സരത്തിൽ ഇന്ത്യ ഓൾറെഡി ഒരു വമ്പൻ തോൽവി തോറ്റിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് തന്നെ വലിയ മാർജിനിലുള്ള ഒരു റൺ റേറ്റ് മൈനസ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ പോയിന്റ് ടേബിളിൽ ഇട്ടാ. അതോടുകൂടിയിട്ട് ഇന്ത്യ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയായിരുന്നു. ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും തമ്മിലുള്ള മത്സരത്തിൽ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചതോടുകൂടിയിട്ട് സിംബാബ്വേക്ക് അവിടെ ഇന്ത്യയെക്കാളും മൈനസ് വന്നതോടുകൂടിയിട്ട് തന്നെ സിംബാബ്വേയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയുള്ളത്. മൂന്നാമതായിട്ട് ഇന്ത്യയും, രണ്ടാമതായിട്ട് സൗത്ത് ആഫ്രിക്കയും, ഒന്നാമതായിട്ട് വെസ്റ്റ് ഇൻഡീസുമാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിലുള്ളത്. എന്നിരുന്നാൽ തന്നെ ഈ ഒരു വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കിയതോടുകൂടിയിട്ട് തന്നെ ഇന്ത്യയുടെ സെമി പ്രവേശനം കുറച്ച് കഠിനമായിരിക്കും എന്നുള്ളതാണ് മെയിൻ റീസൺ ട്ടാ. അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന സിംബാബ്വേയുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിലും ഇന്ത്യ ജയിക്കുകയും വേണം. അതുകൂടാതെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ട് വരുന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചേ മതിയാവുള്ളൂ. എന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഈസി ആയിട്ട് സെമി ഫൈനലിലേക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴും ഇന്ത്യ പോയിന്റ് ടേബിളിൽ രണ്ടാമതായിട്ടായിരിക്കും സെമി ഫൈനലിലേക്ക് പോകാനായിട്ട് പറ്റുക. എല്ലാ എങ്കിൽ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമി ഫൈനലിലേക്ക് പോവുക. അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഓൾറെഡി -3 ഓളം അവിടെ റൺ റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് ഇപ്പോൾ +5 ഓളം റൺ റേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം പ്ലസ് അങ്ങോട്ട് കയറ്റി പോകുന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടും അതേപോലെ തന്നെ സിംബാബ്വേയുമായിട്ട് വരുന്ന മത്സരങ്ങളിൽ രണ്ടും വൻ മാർജിനിൽ ഇന്ത്യ ജയിച്ചെങ്കിൽ മാത്രമാണ് അത്രത്തോളം പ്ലസ് പോയിന്റ് കയറുള്ളൂ. അതിന് ഇന്ത്യയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ടീം കോമ്പിനേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വരുന്ന ആദ്യത്തെ ഇന്ത്യൻ ടീം എന്നുള്ള നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് 300 ഈസി ആയിട്ട് ചേസ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ടീം എന്നൊക്കെ കണക്കുകൂട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ തവണ ഇന്ത്യ ഈ ലോകകപ്പിൽ 300 അടിക്കും എന്നുള്ള ചർച്ചകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടീമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റൺ റേറ്റൊക്കെ മറികടക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് 150 റൺസ് പോലും ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ.